ജലോത്സവ പ്രേമികളെ ആവേശത്തിലാഴ്ത്തി ആലപ്പുഴ പുന്നമടക്കായലിൽ തലവടിച്ചുണ്ടന്റെ പ്രദർശന തുഴച്ചിൽ. നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്ന പുന്നമടക്കായലിൽ ജലരാജാവാകാൻ തലവടിച്ചുണ്ടൻ ഒരുങ്ങി. പുന്നമടയുടെ ജലരാജാവാകാനൊത്ത ഗാംഭീര്യമുണ്ടായിരുന്നു തലവടിച്ചുണ്ടന്റെ പ്രദർശന തുഴച്ചിലിന്. തലവടി UBCയുടെ നേതൃത്വത്തിൽ നടന്ന പ്രദർശന തുഴയിൽ പ്രവാസ വ്യവസായി ചെയർമാൻ റെജി ചെറിയാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാപ്റ്റൻ പത്മകുമാർ പുത്തൻപറമ്പിൽ ആദ്യ വിസിലടിച്ചതോടെ പുന്നമടയെ പുളകിതയാക്കി തലവടിച്ചുണ്ടൻ ഓളപ്പരപ്പുകൾ കീറിമുറിച്ച് മുന്നേറി. ഏപ്രിൽ 14 തലവടിച്ചുണ്ടനായി 120 വർഷം പഴക്കമുള്ള തടി കുറവിലങ്ങാട്ട് നിന്നും തലവടിയിലെത്തിച്ച കോയിൽമുക്ക് സാബുനാരായണൻ ആചാര്യയുടെ നേതൃത്വത്തിൽ ഉളിക്കുത്ത് കർമ്മം നടന്നത്. 127 അടി നീളവും 52 അങ്കുലം വീതിയും 18 അങ്കുലം ഉൾത്താഴ്ചയും 83 തുഴച്ചിൽക്കാരും 5 പങ്കായക്കാരും 9 നിലക്കാരും ഉൾപ്പെടെ 97 പേർക്ക് കയറുവാൻ സാധിക്കുന്ന തരത്തിലാണ് വള്ളത്തിന്റെ ഘടനയെന്ന TTBC മീഡിയ വിഭാഗം കൺവീനർമാരായ അജിത് പിഷാരത്ത്, ഡോക്ടർ ജോൺസൺ V ഇടിക്കുള എന്നിവർ പറഞ്ഞു. തലവടി ഫാൻസ് അസോസിയേഷൻ, തലവടി ചുണ്ടൻ ഫാൻസ് അസോസിയേഷൻ എന്നിവരുടെ കൂട്ടായ സഹകരണത്തിലാണ് മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. പ്രദർശന തുഴച്ചിലിന് തലവടി ചുണ്ടൻ സമിതി സെക്രട്ടറി റിക്സുമ്മൻ എടത്തിൽ, വർക്കിംഗ് പ്രസിഡന്റ് ജോമോൻ ചക്കാലയിൽ, ട്രഷറർ അരുൺകുമാർ, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത്, UBC ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.